വിൻ്റർ ഹെവൻ്റെ ഒരു ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പാലോട് കേന്ദ്രീകരിച്ച് വെൽവിഷർ സെൻറ്റർ ഫോർ ഇംഗ്ലീഷ് മീഡിയം എന്നൊരു സ്ഥാപനം നടത്തി. ഞാനതിൻ്റെ പ്രിൻസിപ്പളായി ഇങ്ങനെ സ്ഥാപനം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം ഒരു കുട്ടിയെ അഡ്മിഷന് വേണ്ടി അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ കുട്ടി ഇവിടെ ചേർക്കണം. അന്ന് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ മറ്റോ ആ കുട്ടി എന്ന് തോന്നുന്നു. മലയാളം മീഡിയമാണ്. എന്നോട് ആ കുട്ടി അവിടെ ചേർക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ അന്നത്തെ എൻ്റെ ആത്മാഭിമാനവും സെൻറ്റർ ഫോർ ഇംഗ്ലീഷ് മീഡിയം എന്ന ഒരു പേരും ആ കുട്ടിക്ക് മലയാളം മീഡിയത്തിൽ അഡ്മിഷൻ കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ, അത് മലയാളം മീഡിയത്തെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് തിരികെ അയക്കുകയുണ്ടായി. ഇന്നും ഒരു തീരാവേദനയായി എൻ്റെ മനസ്സിലേക്കാണ്. ഇന്ന് ആ സ്ഥാപനം ഇല്ല എങ്കിലും സ്ഥാപനം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ജോലി കിട്ടിയപ്പോൾ ഞാൻ ആ സംരംഭം നിർത്തി മുന്നോട്ട് പോയി. പക്ഷേ ഇന്നും ഒരു തീരാവേദനയായി മനസ്സിൽ നിൽക്കുന്നു. ഞാൻ അതിനുശേഷം മറ്റ് പല കുട്ടികൾക്കും മറ്റ് പല സ്ഥാപനങ്ങളിലുമൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഘട്ടം ഘട്ടമായി വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. അതിനകത്ത് LKG UKG അതുപോലെ പിന്നെ പ്രൈമറി സ്കൂള് തുടങ്ങിയവയ്ക്കെല്ലാം കുട്ടികൾക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള പഠന സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. LKG UKG തലത്തിലൊക്കെ കുട്ടികൾക്ക് ഈ വെള്ള സാധാരണ ബുക്ക് മേടിച്ച് കൊടുത്തിട്ട് അവർക്ക് പേനയോ പെൻസിലോ കൊടുത്തിട്ട് ഇങ്ങനെ വരപ്പിക്കുക. അവർ ഇതിനെങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അവർ പ്രത്യേകിച്ചൊരു കാര്യം എഴുതുകയോ പ്രത്യേകിച്ചൊരു കാര്യം ഒരു പടം വരയ്ക്കുകയോ ചെയ്യാതെ അവർ പേനയ്ക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അത് സാധാരണ നിലയ്ക്ക് ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഉള്ള ഒരു സാഹചര്യം അതാണ്. വെറുതെ വരച്ച് പഠിക്കാൻ വേണ്ടി അവർക്ക് പേപ്പറുകളും സാധാരണ റഫ് ബുക്കുകളും വാങ്ങി ധാരാളം കൊടുക്കുക. അത് അവരുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. 1. 2, അവർ UKG ലെവലിലേക്കൊക്കെ പോകുമ്പോൾ LKGയിൽ തന്നെ അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനകത്ത് ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ആൽഫബറ്റ്സും 1, 2, 3 ലെവലിലുള്ള എഴുതാൻ പഠിപ്പിക്കുന്നതൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ അത് സാധാരണ രക്ഷകർത്താക്കൾ പഠിപ്പിച്ചാൽ കുട്ടികൾ പഠിക്കാത്ത ഒരു മാനസികാവസ്ഥ. അതേസമയം അധ്യാപകർ പഠിപ്പിച്ചാൽ കുഞ്ഞു കുട്ടികളൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അവരുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് നല്ല ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ബേസ്മെൻറ്റ് അവർ കൊടുക്കും. ആ സമയത്തേക്കും ഡ്രോയിങ്ങിനൊക്കെ കുട്ടികളെ ഡ്രോയിങ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി തൊട്ടടുത്ത ഡ്രോയിങ് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അയക്കുന്നത് വളരെ നന്നായിരിക്കും. ഡ്രോയിങ് സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ ഒരു കുട്ടിയുടെ മാനസികവും ഇൻ്റലക്ച്വലുമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതിനകത്ത് ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകളൊക്കെ പ്രത്യേകിച്ചുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ക്ലാസ്സുകൾക്കൊന്നും വിട്ടില്ലെങ്കിലും ശരി, ഒരു കുട്ടിയെ ഡ്രോയിങ് പോലുള്ള സംഗതികൾക്ക് വിടുകയും ഇപ്പോൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നത് കുട്ടികളെ ഡാൻസിനൊക്കെ വിടുന്നുണ്ട്. അത് ശാരീരികമായ കായികപരമായ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് പോലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ അയക്കുക എന്നുള്ളതാണ്. അവർക്ക് നന്നായി അവർ വരയ്ക്കുമ്പോൾ അവർക്കൊരു ഐഡിയോളജിയിലേക്ക് എത്തും. അത് LKG UKG ലെവലിലുള്ള കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല നിലയിലേക്ക് കുട്ടികൾക്ക് വളർന്നു വരാൻ കഴിയും. അത് അവർക്ക് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം 1ാം ക്ലാസ്സിലേക്ക് മുതൽ 1st സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ തുടങ്ങി അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോൾ 1st സ്റ്റാൻഡേർഡ് 2nd 3rd നമ്മൾ പോകുമ്പോൾ കുട്ടിക്ക് വേണ്ട അത് ഗുണം ചെയ്യും. അതോടൊപ്പം ആ കുട്ടി 10th എത്തുമ്പോൾ അല്ലെങ്കിൽ 11th 12th എത്തുമ്പോൾ +2 ലെവലിലേക്കൊക്കെ ആ കുട്ടി എത്തുമ്പോൾ അവർ സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് അവർക്ക് തന്നെ ബോട്ടണിക്കോ സുവോളജിയിലോ അവരുടെ ഏത് റെക്കോർഡ് എഴുതുന്നതിനും അവർക്ക് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ അത് പഠിക്കാനും എഴുതാനും കഴിയും. അത് ആ ഡ്രോയിങ് അവർക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവരെ ഡ്രോയിങ് പഠിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ചേക്കുക. അത് രക്ഷകർത്താക്കളുടെ ഓരോ ശ്രദ്ധയും കുട്ടികളുടെ ഭാവിക്ക് ഉതകുന്നതായിരിക്കും. നിങ്ങൾക്കേവർക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.